263 പരം പുരസ്കാരങ്ങൾ, കഥാപ്രസംഗ കലയിൽ ഡോക്ടറേറ്റ്. ഇതൊന്നും കൂടാഞ്ഞിട്ട് ഒരു പുതിയ സിനിമയും വരുന്നു. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കുറേ അറിയിക്കാം. മലയാളക്കരയാകെ കോരിത്തെരിപ്പിച്ച കഥാപ്രസംഗ കല കൊണ്ട് എല്ലാവരെയും ഒരുപോലെ കഥ ഇഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തിയുണ്ട്. URF ഏഷ്യൻ റെക്കോർഡ് വിന്നർ, അതുപോലെ തന്നെ വേൾഡ് റെക്കോർഡ് കഥാപ്രസംഗ കലയിൽ. കഥാപ്രസംഗത്തിന് കിട്ടിയ പുരസ്കാരമാണ് ഞാനീ പറയുന്നത്. കഥാപ്രസംഗ കലയിൽ 56 വർഷത്തെ പരിചയം, അതായത് 56 വർഷം കൊണ്ട് മലയാളക്കരയെ കഥ പറഞ്ഞ് കൊതിപ്പിച്ച, അല്ലെങ്കിൽ കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മൾ മലയാളികൾക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തന്നൊരു കലാകാരൻ ശ്രീ നിർണൻ രാജൻ. നമ്മൾ പലപ്പോഴും അദ്ദേഹത്തെ നമ്മുടെ ചാനലിൽ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ക്ഷണിച്ചു. ഒരുപാട് തിരക്കുള്ള മനുഷ്യനാണ്. വെറുതെ ഒന്ന് വിളിച്ചു നോക്കാം. എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എപ്പിസോഡ് കിട്ടും. ഞാനൊന്ന് വിളിച്ചു നോക്കാവേ. ബെല്ലുണ്ട്, റിങ്ങുണ്ട്. ഹലോ, നമസ്കാരമുണ്ട് സാറേ. എന്നാണ്ട് വിശേഷമൊക്കെ? സന്തോഷമായിട്ടിരിക്കുന്നോ സാറേ? ഞാൻ വിളിച്ചത്, നമ്മൾ ഒരുപാട് വട്ടം നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂവിനൊക്കെ വിളിച്ചിട്ട് സാറിന് ഭയങ്കര തിരക്ക്. എങ്ങനെ നമുക്ക് ഏറ്റവും അടുത്ത ദിവസം ഒരു ഇന്റർവ്യൂവിന് ഒന്ന് സാർ റെഡിയാവാൻ പറ്റുമോ? ഓക്കെ സാർ. ഞാനിപ്പോ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻട്രോ കൊടുത്തു. കാരണം എനിക്കറിയില്ല സാറ് വിളിച്ചു കഴിഞ്ഞാൽ വരുമോ എന്താന്നുള്ളതൊന്നും. അപ്പൊ അടുത്ത ദിവസം നമുക്ക് ഒരു അരമണിക്കൂർ സാറിന്റെ ജീവിതത്തിലൂടെ ഒരു യാത്ര പോകാൻ പറ്റുമല്ലോ? ഓക്കെ സാർ, താങ്ക് യു. നമുക്ക് ഏറ്റവും അടുത്ത ദിവസം തന്നെ കാണാം. ഓക്കെ, താങ്ക് യു. എന്തായാലും അദ്ദേഹം റെഡിയാണ്. ഏതായാലും പുള്ളിയുടെ കഥാപ്രസംഗ ജീവിത ആ ഒരു യാത്രയിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായ നിങ്ങളെയും കൂടെ ഞാൻ ക്ഷണിക്കുകയാണ്. സാർ നമസ്കാരം. നമസ്കാരം. നിർണൻ രാജൻ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് കൂടുതലൊന്നും പ്രേക്ഷകർക്ക് ഒരുപാടൊന്നും ഞാനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും നിർണൻ രാജൻ എന്ന് പറയുന്ന കാഥികൻ എന്താണ്, അങ്ങയുടെ ശൈലി, ഇതൊക്കെ അറിയാനായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് ആഗ്രഹം എന്ന് പറയാം. ആദ്യം തന്നെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. അതൊരു കലാകാരന് കിട്ടുന്ന ഒരു അംഗീകാരത്തിന്റെ ചോദ്യമാണ്. ഞാൻ 1970 ഈ രംഗത്ത് വരുന്നത്. പിതാവാണ് എല്ലാ പ്രോത്സാഹനവും തന്നത്. എൻ്റെ പിതാവ്, എൻ്റെ അച്ഛൻ, എൻ്റെ പിതാവ്, എൻ്റെ ഗുരുനാഥൻ, എൻ്റെ സുഹൃത്ത് എല്ലാമായിരുന്നു. അദ്ദേഹമാണ് എന്നോട് പ്രോത്സാഹനം. 1970 ആദ്യത്തെ കഥ അവതരിപ്പിക്കുന്നത് തിരുനെല്ലൂർ കർണാകൻ റാണി എന്ന കഥയായിരുന്നു അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈ രംഗത്ത് വരുന്നത്. തിരുനെല്ലൂർ കർണാകൻ. അതെ. ഈ കഥാപ്രസംഗ കലയിലേക്ക്, ഈ ഒരു മേഖലയിലേക്ക് ഏതൊരു ഇപ്പൊ നാടകമാണെങ്കിലും സിനിമയാണെങ്കിലും അതിൽ അഭിനയിക്കുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ നാടകത്തിലെ അഭിനേതാക്കളാണെങ്കിലും ഒരു ഇൻബോൺ ടാലന്റ് വേണം, ഒരു കഴിവ് വേണം. തീർച്ചയായിട്ടും. അങ്ങേക്ക് എപ്പോഴാണ് കഥാപ്രസംഗ കലയിൽ അല്ലെങ്കിൽ കഥാപ്രസംഗം പറയാൻ പറ്റും എന്നൊരു തോന്നല് അങ്ങയുടെ മനസ്സിലേക്ക് എപ്പോഴാണ്? എന്റെ മനസ്സിൽ എന്നതിനേക്കാൾ എന്റെ അച്ഛന്റെ മനസ്സിലുണ്ടായൊരു വിഷയം. ഇപ്പൊ ഞാൻ വളരെ കുഞ്ഞുനാൾ മുതൽ എന്ന് പറഞ്ഞാല് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 2, 3, 4, 5, 6 ക്ലാസ് വരെ എന്തെല്ലാം മത്സരം ആ സ്കൂളിൽ ഉണ്ടോ അതിനെല്ലാം ഞാൻ പങ്കെടുക്കും. മിമിക്രി, മോണോ ആക്ട്, ഗായക സംഘം, അങ്ങനെ പ്രസംഗം, നാടകം. അപ്പൊ അന്ന് ഇന്നത്തെക്കാൾ ലിമിറ്റേഷൻ. അപ്പൊ ഏതെല്ലാം മത്സരം ഉണ്ടോ അതിനെല്ലാം ഞാൻ പങ്കെടുക്കുമായിരുന്നു. ഇത് എന്റെ അച്ഛൻ നോട്ട് ചെയ്യുമായിരുന്നു. ഒരിക്കല് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിന്നെ കഥാപ്രസംഗം ഒന്ന് പഠിപ്പിച്ചാൽ കൊള്ളാമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് എന്നൊരു ചുമ്മാ ഒരു ഐഡിയ പറഞ്ഞു. എന്റെ അച്ഛൻ ഒരു എസ്റ്റേറ്റ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു പഴയ കാഥികനായിരുന്നു, ഭാസ്കര സാറിന്. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, ഭാസ്കര, എൻ മകനെ കഥാപ്രസംഗം പഠിച്ചാൽ കൊള്ളാവുന്ന ഒരു ആഗ്രഹം എനിക്കുണ്ട്, അവനും ഉണ്ടെന്ന് ഞാൻ ഊഹിക്കുന്നു. അപ്പൊ ഭാഗ്യത്തിന് അദ്ദേഹത്തിന്റെ കയ്യിൽ തിരുനെല്ലൂർ കർണാകൻ റാണി എന്ന കഥയുണ്ട്. അങ്ങനെ അദ്ദേഹം റാണി എന്ന കഥ എനിക്ക് തരുന്നു. അച്ഛൻ അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ രംഗത്ത് തുടക്കം. അതുപോലെ തന്നെ ഞാൻ എപ്പോഴെങ്കിലും ചോദിക്കണം എന്ന് വിചാരിക്കുന്ന ചോദ്യം, നമ്മൾ തമ്മിൽ നേരത്തെ അറിയാവുന്ന, തീർച്ചയായിട്ടും ഇപ്പൊ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് ചോദിക്കാമെന്ന് വിചാരിക്കുക. ഈ കഥാപ്രസംഗം പറയുന്ന കാഥികരുടെയൊക്കെ വോയിസ് അത് വളരെ പരുക്കൻ ശബ്ദത്തോടു കൂടി, അപ്പൊ ആ ഒരു മോഡുലേഷൻ
എന്താണ് ആ ഒരു മോഡിൽ ആ ഒരു ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ജനങ്ങളിലേക്ക് ഈ കഥ എത്തിക്കാൻ അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാൻ ഇതാണോ, അല്ലെങ്കിൽ അങ്ങനെ ബേസ് ആയിട്ട് സംസാരിച്ചാൽ മാത്രമേ കൂടുതൽ ഒരു അറ്റൻഷൻ ജനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുകയുള്ളൂ? എന്താണ് അതിന്റെ ഒരു വളരെ പ്രസക്തമായ നല്ലൊരു ചോദ്യമാണ് ബിബിൻ ചോദിച്ചത്. അതായത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഈ ട്രെയിനിലൊക്കെ നമ്മൾ ധാരാളം പ്രാവശ്യം യാത്ര ചെയ്യാറ്. അപ്പോൾ ട്രെയിനിൽ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ പലരും പല പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോകുമ്പോൾ കാപ്പി കാപ്പി ചായ 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 കാപ്പി കാപ്പി ചായ ചായ ചായ, യഥാർത്ഥത്തിൽ അയാൾ മര്യാദയ്ക്ക് ചോദിച്ചാൽ പോരെ. ഞാൻ ഈ ചായ വിറ്റു നടക്കുന്ന ആളിനോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ യഥാർത്ഥ ശബ്ദത്തിൽ നിങ്ങളത് പറയാൻ പറഞ്ഞു. ചായ ചായ കാപ്പി കാപ്പി, ചായ ആർക്ക് ആവശ്യമുണ്ടോ, കാപ്പി ആർക്ക് ആവശ്യമുണ്ടോ, ചായ ചായ. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് അങ്ങയുടെ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് വരാറുള്ളത്. അപ്പൊ സാധാ ഒരു ടോണിൽ സംസാരിച്ചാൽ ആരും ശ്രദ്ധിക്കത്തില്ല, അത് നിത്യം നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദത്തിന്റെ ഒരു ഭാവമാണ്. മറ്റേന്ന് പറയുമ്പോൾ നല്ല ബേസും ട്രിബിളും കൂടെ അങ്ങോട്ട് അങ്ങോട്ട് ശബ്ദം ഞെരുക്കുക, കാപ്പി 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 ചായ ചായ, മര്യാദ ഭാഷ സംസാരിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞത് മാത്രമാണ് എനിക്ക് മറുപടി വരാനുള്ളത്. അതായത് കാതികന്റെ സ്വതസിദ്ധമായ ശബ്ദത്തിൽ നിന്ന് കുറച്ചുകൂടെ ആൾക്കാരെ ആകർഷിക്കാൻ, ബിപിൻ പറഞ്ഞതിന്റെ ഉത്തരവാദം, ആ കുറച്ചുകൂടി ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി കുറച്ച് ശബ്ദവും കുറച്ച് ബേസും കുറച്ച് ട്രബിളും കൂടി ഇട്ട് കഴിയുമ്പോൾ ആ ശബ്ദത്തിന് കുറച്ചുകൂടി ഗാംഭീര്യത ഉണ്ടാവും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കഥാപ്രസംഗ ചക്രവർത്തിയായിരുന്നു സാമ്പസാർ, അതിന്റെ ഒരു നേതൃത്വം. സാമ്പസാറ് ആ ശബ്ദം അങ്ങനെ ആക്കി പറഞ്ഞതാണോ എന്ന് പൂർണ്ണമായിട്ട് ചോദിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് നിരന്തരമായ പരിപാടി. കേരളത്തിൽ ഒരു ഗാന്ധിയന്മാർക്കും അത്രയും പ്രോഗ്രാമില്ല. എല്ലാ ദിവസവും നിരന്തരമായി നമ്മൾ ഈ ശബ്ദം ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു അടപ്പുണ്ടാവും. ആ ശബ്ദം അടപ്പ് അദ്ദേഹത്തിലൂടെ ഒന്ന് മിക്സ് ചെയ്ത് ബേസും ട്രിബിളും ഒക്കെ മിക്സ് ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാകുന്നു. എന്ന് പറഞ്ഞാൽ ഗാന്ധിയന്മാർ ഇപ്പൊ ആദ്യം പറയുമ്പോൾ ആ സമ്പൂജരായ ഗുരുജനങ്ങളെ, സ്നേഹിതത്തിലായ കഥാപ്രസംഗ ആസ്വാദകരെ, നിങ്ങളെ സവിശേഷമായ പരിഗണനയ്ക്കായി സവനയും സസന്തോഷം സാഭ്യമാനം കഥ ആരംഭിക്കുന്നു. അഭിവാദനങ്ങൾ അഭിവാദനങ്ങൾ അഭിവാദനങ്ങൾ, അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ ആ ശബ്ദം ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയ തന്ത്രം അത്രയുള്ളൂ. ഇപ്പൊ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്ഥലത്തും അങ്ങ് കഥാപ്രസംഗം അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന് വെളിയിലേക്കും ഇന്ത്യയിലേക്ക് വെളിയിലേക്കും ഒക്കെ അങ്ങ് കഥാപ്രസംഗം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം നിരവധി സ്റ്റേജുകളുടെ അനുഭവ പാഠവും ഉണ്ടെങ്കിലും ഇപ്പം അങ്ങ് നൂതന സാങ്കേതിക വിദ്യ വെച്ചിട്ടാണ് ഇപ്പൊ കഥാപ്രസംഗം. നേരത്തെ ശരിക്കും പറഞ്ഞാൽ അത്തരം യാതൊരു സാങ്കേതിക ഇല്ലാതാണ് കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തില്, അതായത് പഴയ കാലഘട്ടത്തില് കഥാപ്രസംഗം അവതരിപ്പിക്കുന്ന സ്റ്റേജുകളിൽ വെച്ചുണ്ടായിട്ടുള്ള എന്തെങ്കിലും രസകരങ്ങളായിട്ടുള്ള മുഹൂർത്തങ്ങളുണ്ട്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ അങ്ങ് കഥാപ്രസംഗം അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു കാതികനെ അവതരിപ്പിക്കുന്നു, ഒരു തമാശ രീതിയിൽ മാത്രം കണ്ടാൽ തൊട്ടടുത്ത സെന്റ് പീറ്റേഴ്സ്ബർഗിൽ മണി 3 അടിച്ചു. അപ്പോൾ ഈ സിമ്പിൾ അടിക്കുന്നവൻ 3 മണി അടിക്കണം. ഇവനിരുന്ന് ഉറങ്ങിയാൽ പണി നടക്കില്ല. അത്തരത്തിൽ എന്തെങ്കിലും രസകരങ്ങളായിട്ടുള്ള മുഹൂർത്തങ്ങൾ അങ്ങയുടെ സ്റ്റേജുകളിൽ ഉണ്ടായിരുന്നു. അത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാൾ തന്നെ, കടപ്പുറ സ്വദേശിയാണ്. അദ്ദേഹത്തിന് ഒരു സുഖു എന്ന് പറയും, സുഖു. അപ്പോൾ ഈ കഥയ്ക്കകത്ത് ഒരു അമ്മ കുഞ്ഞിനെ കൊല്ലുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ഈ അമ്മയുടെ ഒച്ചപ്പാടും ബഹളവും, കൊച്ചുകുഞ്ഞ പിടിക്കുഞ്ഞ, ഈ കുഞ്ഞ് കരയുന്നു. കുഞ്ഞെ കരഞ്ഞ് അവസാനം ഈ കുഞ്ഞിന്റെ കരുത്തിലേക്ക് അമ്മ കൈ കൊണ്ടുവന്ന് കുഞ്ഞിന്റെ കരുത്ത് ഞെരിച്ച് കൊല്ലുക, കുഞ്ഞ് മരിക്കുക. അപ്പൊ ആ രംഗമൊക്കെ പറഞ്ഞിരിക്കുന്നു. ആ കുഞ്ഞിന്റെ മാതാവ് മുഖം ക്ഷുഭിതമാകുന്നു, പ്രീതി പോലും വിസ്മരിച്ചുകൊണ്ട് അവർ എല്ലാം സഹിച്ച് ആ കുഞ്ഞിനെ കൊല്ലുവാൻ വേണ്ടി കരുത്തിലേക്ക്, അപ്പൊ കുഞ്ഞിന്റെ കരഞ്ഞുകൊണ്ടിരിക്കുക. കുഞ്ഞിന്റെ കരുത്തിലേക്ക് അമ്മയുടെ കൈകൾ ഞെരിഞ്ഞമർന്നു. ആ കുഞ്ഞെന്ന് നിൽക്കുമായി ലോകത്തോട് യാത്ര പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ മ്യൂസിക് ഭയങ്കര ഷോം. കുഞ്ഞ് യാത്ര പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ വീണ്ടും കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. ഇല്ല, അവിടെ അപ്പം സംഭവം പാളിയില്ലേ, മരിച്ച കുഞ്ഞ് വീണ്ടും കരയുക. അപ്പൊ ഞാൻ വീണ്ടും അവസരം ഇല്ല, ആ കുഞ്ഞ് കരഞ്ഞിട്ടില്ല, അത് അമ്മയുടെ തോന്നലായിരുന്നു. വീണ്ടും ആ കുഞ്ഞ് വാവിട്ട് തിരവിളിച്ചു. അടുത്ത നിമിഷം വീണ്ടും ആ അമ്മ ആ കുഞ്ഞിന്റെ കഴുത്തിലേക്ക് രണ്ടും കൽപ്പിച്ച് ഞെടിച്ചമർത്തി ആ കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞു. ഇവൻ വീണ്ടും വീണ്ടും അത് കടപ്പയുള്ള പിള്ളേരുടെ വലിയൊരു ഹാസ്യരൂപത്തിൽ ഇത് പറഞ്ഞപ്പോൾ ഈ ഒരു കഥ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. ഇതില് ഇദ്ദേഹം എന്നിട്ടും എണിക്കാതെ വന്നപ്പോൾ അങ്ങയുടേതായിട്ടുള്ള ശൈലിയില് അല്ല പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ സുഖൂന് ഇന്ന് റെമ്യൂണറേഷൻ ഇല്ല എന്ന് പറഞ്ഞപ്പോ ചാടി എഴുന്നേറ്റ് ഈ ഞാവ് നിർത്തി എന്നുള്ളൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതുകൊണ്ടേ പോകത്തുള്ളൂ. അതങ്ങനെ ഒരു സത്യം നടന്ന സംഭവം. പിന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ പിന്നെ ഇവരെ കളിയാക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഒന്ന് അപരിപ്പിച്ചതുള്ളൂ. നടന്ന സംഭവം. കാരണം കുഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ കുഞ്ഞ് കരയാൻ പാടില്ല. ഒന്ന് കരഞ്ഞു, അപ്പോൾ ഒന്ന് അബദ്ധം പറ്റിപ്പോയത്. ഉടനെ ഞാൻ തിരിച്ചില്ല, ആ അമ്മയ്ക്ക് തെറ്റിപ്പോയി, നമ്മൾ കേട്ടതിന് കുഴപ്പമായിരിക്കും, ആ കുഞ്ഞ് മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കുഞ്ഞെ വീണ്. പിന്നെയും കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞപ്പോൾ ഇല്ല,
വീണ്ടും കുഞ്ഞ് മരിച്ചിട്ടില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അതൊരു തമാശ രൂപത്തിലുള്ള സംഭവമാണ്. അങ്ങയുടെ സുഹൃത്തുക്കളായിട്ടുള്ള വി.ഡി. രാജപ്പൻ സാറ്, വി.ഡി. രാജപ്പൻ 2 വർഷം ഞങ്ങൾ ഒരുമിച്ചുണ്ട് ഒരേ രീതിയിൽ. ഈ വി.ഡി. രാജപ്പൻ സാറ് കഥാപ്രസംഗ ഹാസ്യാത്മകമായിട്ട് പറയാം. അതായത് ജീവികള്, കോഴി, അത്തരം ജീവികളെയൊക്കെ വെച്ചിട്ട് ഹാസ്യാത്മകമായിട്ട് ഇത് അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇതൊരു വേറൊരു വേർഷനിലേക്ക് വ്യത്യസ്തമായിട്ടൊരു മേഖലയിലേക്ക് വ്യത്യസ്തമായിട്ടൊരു കാഴ്ചപ്പാട് ജനങ്ങൾക്ക് ഉണ്ടാക്കിയത്, ചിരിക്കാൻ പറ്റും എന്നൊരു ഇതുണ്ടാക്കി. എങ്ങനെയാണ് ഇതിനെ ഒരു സീരിയസ് ആയിട്ടൊരു കഥ പറയുന്നതും ഒരു തമാശ കലർത്തി അല്ലെങ്കിൽ ഹാസ്യാത്മകമായിട്ട് ഒരു കഥ പറയും, ഇത് ഒരു വേരിയേഷൻ എന്ന് പറയാമോ സാർ? കാരണം കേൾക്കാൻ സുഖമുണ്ട്, സീരിയസ് ആയിട്ടുള്ള കഥ പറയുന്നത് അത് അതിന്റേതായിട്ടുള്ള രീതിയിൽ ഒരു അറ്റൻഷൻ കേട്ടാൽ. അതായത് രായ്പറ്റോടെ ഞാൻ 2 വർഷം ഉണ്ടായിരുന്നു. അപ്പൊ ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്. ആ ഒരു തലത്തിൽ പറയാന്ന് പറഞ്ഞാൽ അത് ഒരു എക്സ്ട്രാ ഓർഡിനറി ടാലന്റ് എന്ന് പറയാം. എക്സ്ട്രാ ടാലന്റ്, അത് അസാധ്യമായ കഴിവുള്ളവർക്ക് പറ്റത്തില്ല. എനിക്കൊന്നും ആ രീതിയിൽ എനിക്ക് പറ്റില്ല. അപ്പോ രായ്പച്ചേട്ടനെ അത് അതിഗംഭീരമായ അവതരണത്തിലാണ്. കാറുമായിട്ടുള്ള വാഹനങ്ങളുടെ പ്രേമം, കോഴികളുടെ പ്രേമം, പോത്തിന്റെ പ്രേമം. പക്ഷെ ആ കഥകളിലെല്ലാം പച്ചയായ മനുഷ്യ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു. അല്ലെ ചുമ്മാതൊരു തമാശ പറഞ്ഞു വിടുകയല്ല. അപ്പോ അത് മറ്റു ഗാഥകന്മാരിൽ നിന്ന് വി.ഡി. രാജപ്പൻ വ്യത്യസ്തനാക്കി. അതുകൊണ്ട് തന്നെ വി.ഡി. രാജപ്പൻ എല്ലാ ഗാഥയിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ഒരു സംഘാടകൻ പറഞ്ഞ കാര്യമാണ്, സാംബശിവനെ ഒരിടത്ത് ബുക്ക് ചെയ്തു. എനിക്കറിയാലോ, സാംബശിവൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മറ്റു ഗാഥകന്മാർ ഇന്നലെ വ്യത്യസ്തമാണ്. കാരണം ഒരു സാധാരണ ഗാഥകൻ ചെല്ലുമ്പോൾ 200 പേരെ ഉണ്ടാകുന്നെങ്കിൽ സാംബശിവൻ ചെല്ലുമ്പോൾ 2000 അല്ലെങ്കിൽ അത് കൂടുതൽ ഭയങ്കര ജനാവലിയാണ്. അന്ന് അദ്ദേഹത്തിന് ശാരീരികമായിട്ട് എന്തോ ഒരു ബലഹീനത, ഒരു പ്രയാസം. അപ്പോ എങ്കിലും സാമ്പസ്ഥാനം ഒന്ന് കാണുക എന്നുള്ളത് അവിടെ ഒരാഗ്രഹം. അപ്പൊ അത് സംഘാടകർ പേരും അറിയിച്ചു. അപ്പൊ പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യും, സാർ അവിടെ വന്നിട്ട് ഒരു വാക്കെങ്കിലും ഒന്നെങ്കിലും പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യും, എന്നേക്കാൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാഥികനെ ഞാൻ പരിചയപ്പെടുത്താം. അത് മറ്റാരുമല്ല, വി.ഡി. രാജപ്പനാക്കും. രാജപ്പനെ വിളിച്ചു. രാജപ്പ ഒരു പ്രോഗ്രാം, അയ്യോ സാറ് പറഞ്ഞ പ്രോഗ്രാം ഒരു സന്തോഷമല്ലേ പറഞ്ഞു. ചെന്ന് രാജപ്പനെ കണ്ടപ്പോൾ പറഞ്ഞ സംഭവം, എന്നാ സാറ് നേരത്തെ അങ്ങ് പോകുക, ഞങ്ങൾക്ക് അദ്ദേഹത്തെ മതിയെന്ന് പറഞ്ഞ ഒരു വീഡിയോ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സാമ്പത് സാറിനേക്കാൾ ആ കാലഘട്ടത്തിൽ മതിപ്പുള്ള ധാരാളം രീതികൾ ഉണ്ടായിരുന്നു. കാരണം ഒത്തിരി ആരാധനയുള്ള ഒരാളായിരുന്നു വി.ഡി. രാജപ്പൻ. അന്ന് ഒരു കഥ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സാങ്കേതിക തികവുകളോ അല്ലെങ്കിൽ ഈ ബാക്കി മ്യൂസിക്കിന്റെ അങ്ങനെ ഒത്തിരി ഘടകങ്ങൾ ചേർന്ന് അന്ന് കഥ പറഞ്ഞു. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അതിനൂതന സാങ്കേതിക വിദ്യ വെച്ചിട്ട് അങ്ങ് കഥ പറയാം. ഇത് രണ്ടും തമ്മിലുള്ള ഒരു വേരിയേഷൻ എന്താണ്? അതായത് വിവിന്റെ ചോദ്യം വളരെ എഫക്റ്റീവാണ്. അതായത് നമ്മൾ എന്ത് പറഞ്ഞാലും ഈ കാലഘട്ടത്തിന്റെ മാറ്റം അനുസരിച്ച് മാറ്റം ആവശ്യമല്ല, അത്യാവശ്യം. ഇനി ഞാൻ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഒരു 60 വർഷം, 50 വർഷം മുമ്പ് കാളവണ്ടി ഉണ്ടായിരുന്നു. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ടവന്റെ ഒരു പ്രധാന വാഹനം, പ്രത്യേകിച്ച് ചരക്ക് വാഹനം കൊണ്ടുപോകുന്നത് കാളവണ്ടിയായിരുന്നു. ഇതിപ്പോ കാളവണ്ടി അപ്രത്യക്ഷമായി കഴിഞ്ഞു. 20 വർഷം മുമ്പ് എന്റെയോ താങ്കളുടെ വീട് ഉള്ള സാഹചര്യമാണ് ഇപ്പോഴും. 40 വർഷം മുമ്പ് നമ്മുടെ വീട് എങ്ങനെയായിരുന്നു? 60 വർഷം മുമ്പ് നമ്മുടെ വീട് എങ്ങനെയായിരുന്നു? ഇന്ന് നടക്കുന്ന സംഭവം നിമിഷങ്ങൾക്കുള്ളിൽ ലോകമെമ്പാടുമുള്ള സംഭവങ്ങൾ നമ്മുടെ മൊബൈലിൽ വരിക. ടെക്നോളജി മാറുന്നു. ഒരു ഹൈടെക് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇതൊന്നും ഇല്ലെങ്കിലും അങ്ങനെ പഴയ രീതിയിൽ തന്നെ കഥാപ്രസംഗം പറഞ്ഞു വേണേൽ കഥ പറയാം. പക്ഷേ അതിനൊക്കെ പരിമിതിയുണ്ട്. ഇപ്പൊ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സൗണ്ട് സിസ്റ്റം, 10-20,000 വാട്ട്സ് സിസ്റ്റം, 10-10,000 വാട്ട്സ് ലൈറ്റ്, ഇതെല്ലാം വെച്ച് കൈകാര്യം ഭയങ്കരമായ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ നമ്മള് ട്രെയിൻ പാഞ്ഞു വരുമ്പോൾ ട്രെയിൻ പാഞ്ഞു പോകുന്നു കാണുക, അത് വലിയ സ്ക്രീനിലാണ് കാണിക്കുന്നത്. അതൊരു ഭയങ്കര മാറ്റമായിരിക്കും ഉണ്ടാകും. ജനങ്ങളത് ആസ്വദിക്കുക, അങ്ങനെ സിനിമ കാണുന്ന ഫീൽ ചെയ്യാം. ഞങ്ങള് ഇപ്പൊ എടുത്തിരിക്കുന്ന പുതിയ കഥ ഗുരുദേവന്റെ കഥ എടുത്തിരിക്കുന്നു. ഗുരുദേവന്റെ കഥ പറയുമ്പോൾ ആദ്യം ദൈവദർശനം പാട്ട് പാടുമ്പോൾ ഗുരുദേവന്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ ജനങ്ങൾ കാണുക. ഇത് കാണുമ്പോൾ തന്നെ സ്ത്രീകൾ എഴുന്നേറ്റ് കൈ തൊഴുന്ന് ഗുരുദേവനെ തൊഴുക. അപ്പം മാറ്റം ഇവിടെയും ആവശ്യമാണ്. അങ്ങനെ മാറ്റത്തിന് വിധേയമായാൽ മാത്രമേ നമുക്ക് പിടിച്ചിരിക്കാൻ ഇനിയുള്ള കാലത്ത് ഈ മേഖല കൊണ്ടൊക്കെ നിൽക്കുന്നവർ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അങ്ങ് കഥാപ്രസംഗ കലയിൽ വന്നിട്ട് വർഷങ്ങളായി, 52 വർഷങ്ങളായി. ഈ 52 വർഷങ്ങൾ ഈ ഒരു കാലയളവിൽ അങ്ങ് കഥാപ്രസംഗ ജീവിതത്തില് അങ്ങയുടെ ഈ ഒരു ഇതില് അങ്ങ് തൃപ്തനാണ്? 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിരണെന്ന് പറയുന്ന ഈ ചെറിയ ഗ്രാമപ്രദേശത്ത് ജനിച്ച, വളർന്ന, പഠിച്ച ഞാന് ലോകമെമ്പാടുമുള്ള കുറച്ച് സ്ഥലങ്ങളിൽ പോകാൻ കഴിഞ്ഞെന്നുള്ളത് എന്നെ സംബന്ധിച്ച് നിസ്സാര കാര്യമല്ല. ലോകത്തിലെ ഏറ്റവും
ഗൾഫ് രാജ്യമാണെങ്കിൽ ദോഹ, മസ്കറ്റ്, കുവൈറ്റ്, ബഹ്റിൻ, എത്രയോ ആൾക്കാരുമായിട്ടുള്ള ബന്ധം. യൂസഫ് അലി ഉൾപ്പെടെയുള്ള ആൾക്കാരെ പരിചയപ്പെടുവാൻ ഈശ്വരൻ എനിക്ക് അവസരം തന്നു, ഒരു കളിയിലൂടെയാണ്. ഇനി അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളൊന്നാണ് അമേരിക്ക. അമേരിക്കയിലാണെങ്കിൽ വാഷിംഗ്ടൺ, ചിക്കാഗോ, ബോസ്റ്റൺ, ഹൂസ്റ്റൺ, ഡാലസ്, ഡിട്രോയിറ്റ്, ഫിലാഡൽഫിയ, സ്റ്റാറ്റൻ ഐലൻഡ്, ന്യൂയോർക്ക്, ഇത്രയും സ്ഥലങ്ങളില് ഈ നിരണം എന്ന് പറയുന്ന പ്രദേശത്ത്, ഗ്രാമപ്രദേശത്ത് ജനിച്ച എനിക്ക്, എന്നെപ്പോലൊരു സാധാരണ കലാകാരന് ഈ സ്ഥലങ്ങളിൽ പോകാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഈശ്വരൻ തരുന്ന വലിയൊരു കൃപയാണ്. അത് ഈ കലയിലൂടെ കിട്ടിയ ഒരു അനുഗ്രഹമാണ് നിശ്ചയമായിട്ടും. ആ ഒരു ഗിഫ്റ്റിനെ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാം. അയ്യോ, പിന്നെ തീർച്ചയായിട്ടും നമ്മൾ എന്ത് പറഞ്ഞാലും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. യഥാർത്ഥത്തില് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന ഡയറക്റ്റ് അർത്ഥമല്ല. മുറ്റത്താണെങ്കിലും മുറ്റത്ത് അല്ലെങ്കിലും മുല്ലയ്ക്ക് മണമുണ്ട്. പക്ഷേ നമ്മൾ മുറ്റത്തേക്ക് നമ്മൾ എപ്പോഴും ഇറങ്ങുമ്പോൾ നമ്മൾ അത് കാണുന്നതുകൊണ്ട്, അതിന്റെ സുഗന്ധം ആസ്വദിക്കുന്നതുകൊണ്ട് അതിന് മണമില്ലെന്ന് തോന്നുക. എങ്കിലും പല ആൾക്കാർ പറയുന്നത് വാസ്തവമാണ്. നമ്മൾ നാട്ടിൽ നിന്ന് നമുക്ക് ഒരു പരിപാടിയിൽ നിന്ന് കിട്ടുന്ന അംഗീകാരവും പുറത്തു പോകുമ്പോൾ കിട്ടുന്ന അംഗീകാരവും എന്ന് പറഞ്ഞാൽ ഒത്തിരി വ്യത്യാസം. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാല്, എന്റെ കലാജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു പര്യടനമായിരുന്നു അമേരിക്കൻ പര്യടനം, അല്ലെ അമേരിക്കൻ യാത്ര. അവിടെ ധാരാളം സ്ഥലങ്ങളിൽ ഇപ്പോൾ ഞാനത് പറഞ്ഞു കഴിഞ്ഞാലോ, അതിൽ ഏറ്റവും ഒടുവിലത്തെ പ്രോഗ്രാം കാനഡ, ടൊറാൻഡോ എന്ന് പറയുന്ന സ്ഥലത്ത്, മലയാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന സ്ഥലമാണ് ടൊറാൻഡോ. അപ്പോ യഥാർത്ഥത്തില് ഓർക്കസ്ട്ര എന്ന് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഗതികേട് അതേ ഉള്ളൂ. അത് ആ സമയത്ത് അത് കിട്ടണം. പിന്നെ കീബോർഡിസ്റ്റ് മാത്രം ഒരല്പം തരക്കേടില്ല, ഋതമൊക്കെ ഇട്ട് വായിക്കത്തക്ക ചെറിയ രീതി. സൗണ്ടുകാരൻ നമ്മൾ വേണ്ടി യാതൊരു ബന്ധവുമില്ല. അവിടെ 1.5 കിലോമീറ്റർ ദൂരെ നിൽക്കുക. 1.5 കിലോമീറ്റർ മീൻസ് ചെയ്തിട്ട് ബാക്ക് നീക്കുകയാണ്. അപ്പോൾ ഭാഷയുടെ പ്രോബ്ലം ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഇത് പറയണമെന്നുണ്ടെങ്കിൽ ആളെ കാണുന്നില്ല, കണ്ടിട്ടല്ലേ പറയേണ്ടത്. ശബ്ദം കൂട്ട്, അല്ലെ ശബ്ദം കുറയ്ക്കേ, കണ്ടാലും പ്രയോജനമില്ല. കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ് പ്രോബ്ലം, ചിന്തിക്കേ വേണം. പ്രോഗ്രാം പ്രാക്ടീസ് ഒക്കെ ഒരുമാതിരി നടത്തി, പരിപാടി കളഞ്ഞു. അത്ര വിജയപ്രദമായ പ്രോഗ്രാം അല്ലെന്ന് എനിക്കറിയാം. ഞാനൊരു ജഡ്ജായിട്ട് ആക്കാതൊക്കെ പോയിരിക്കുകയാണ്. ഞാനൊരു 40 മാർക്ക് കൂടെ ഇടത്തില്ല, നമുക്കറിയാം. പക്ഷെ ജനങ്ങൾ സംതൃപ്തരായിരുന്നത് മാത്രമല്ല, കേൾക്കുന്നത് സായിപ്പ് മാതാമ്യൊന്നുമല്ല, മലയാളികൾ, പച്ചയായ മലയാളികൾ. ഈ 250 പേരും വരിയായി വന്ന് നമുക്കൊരു ഷെയ്ക്കാൻഡ് തന്നു. വെരി ഗുഡ്, നല്ല പെർഫോം, നല്ല ശബ്ദം, നല്ല പ്രോഗ്രാം ആയിരുന്നു എന്ന് പറയുകയും ഒരു ഫോട്ടോ എടുക്കാൻ നിൽക്കുകയും ചെയ്തു. നമ്മുടെ നാട്ടിൽ സ്വപ്നത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല. ഒന്നാം കാര്യം, മലയാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ കേരളത്തിലെ മലയാളി പ്രത്യേകിച്ച് ഞാൻ പറയാം, ഒരു മനുഷ്യനെ അഭിനന്ദിക്കത്തില്ല, വലിയ പ്രയാസം. എത്ര ചങ്ക് പൊട്ടി ഏതെല്ലാം ജോലി ചെയ്താലും അത് വളരെ ഭംഗിയായിരിക്കും. കൊള്ളാം. ഇതിന് പറയുന്നത് നമ്മുടെ ഭാര്യമാര്, നമ്മുടെ അമ്മമാര് എത്രയോ പ്രാവശ്യം ഭക്ഷണം വിളമ്പി തരാറുണ്ട്. അമ്മമാരെ അഭിനന്ദിക്കാറുണ്ട്, നമ്മുടെ ഭാര്യമാരെ നമ്മൾ അഭിനന്ദിക്കുക. അപ്പൊ പൊതുവെ നമ്മൾ അങ്ങനെ കണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ട് കുറഞ്ഞു പോകുന്നു, ഏതോ ഒരു തോന്നലാണ്. അവിടെ മുമ്പ് പറഞ്ഞ പോലെ അമേരിക്കൻ പ്രോഗ്രാം എനിക്കത് നാട്ടിൽ ഒത്തിരി പ്രയോജനപ്പെട്ടു. ആ പ്രോഗ്രാം മൂലം വിവാഹത്തിന്റെ മാരേജ് പ്രോഗ്രാം, ഫ്യൂണറൽ പ്രോഗ്രാം, അതിനകത്ത് ഒത്തിരി സഹായം കിട്ടിയ പരിപാടിയാണ്. എന്ത് പറഞ്ഞാലും അവിടുന്ന് ജനങ്ങൾ നമുക്ക് തരുന്ന ഒരു അംഗീകാരം, ഒരു സ്നേഹം, ഒരു അഭിനന്ദനം മറക്കാൻ പറ്റത്തില്ല. സാർ, എനിക്ക് തോന്നുന്നു ഈ നാട് വിട്ടു നിൽക്കുന്ന സമയത്ത് മലയാളവുമായിട്ടും നമ്മുടെ കഥകൾ കേൾക്കാനും, അല്ലെങ്കിൽ അത് കഥാപ്രസംഗമാണെങ്കിൽ അത് പറയുന്ന ആളുകളെ സ്നേഹിക്കാനും അവർ സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകിച്ച് പഴയ പാട്ടൊക്കെ, പ്രത്യേകിച്ച് കഥാപ്രസംഗമൊക്കെ കേരളത്തിന്റെ പഴയ ഒരു കലയാണ്. അവർക്ക് കഥാപ്രസംഗം ആസ്വദിക്കുന്ന ഒത്തിരി പേരുണ്ട്. പുതിയ തലമുറയ്ക്ക് പിന്നെ അവിടെ ജനിച്ചു വളർന്ന കുട്ടികളെ സംബന്ധിച്ച് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്. നമ്മള് പ്രത്യേകിച്ച് കഥാപ്രസംഗം പറയുമ്പോൾ കുറച്ച് ലിറ്ററേച്ചർ എങ്ങനെയാലും ഉണ്ട്, സാഹിത്യം ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് ഇതിനകത്ത് അർത്ഥം മനസ്സിലാകത്തില്ല. പിന്നെ എങ്കിലും അവർ ആസ്വദിക്കും. പൊതുവെ അവർക്ക് ഇൻട്രസ്റ്റ് അല്ല, ഒരു 50 വയസ്സിന് മുകളിലുള്ളവർ ആസ്വദിക്കുന്നു. ഇപ്പോ രാജൻ സാർ തന്നെ സിനിമ അഭിനയം, അതുപോലെ തന്നെ നാടൻ പാട്ടുകൾ, അത്തരം മേഖലയിലേക്കും കൂടി കടന്നു. അപ്പൊ സിനിമയിൽ അഭിനയിക്കണം എന്നൊരു തോന്നൽ വരാൻ എന്താ? ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പച്ചയായ സത്യം, കലാകാരന്മാർ 3 തട്ടം. നമ്പർ 1 സിനിമാ താരങ്ങൾ, അതിൽ തന്നെ A ഗ്രേഡ്, B ഗ്രേഡ്, C ഗ്രേഡ് സിനിമാ താരങ്ങൾ എന്ന് വിചാരിക്കും. രണ്ടാമത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന താരങ്ങൾ എന്ന് പറയുന്നത് സീരിയൽ നടന്മാർ, നടിമാർ. 3ാമത്തെ ഗ്രേഡാണ് ഞങ്ങളല്ല എന്ന് പറഞ്ഞാൽ നാടകം, കഥാപ്രസംഗം, ബാലെ, അങ്ങനെയുള്ള കലാപരിപാടികൾ മുഴുവൻ ഒരു 3ാം ഗ്രേഡ് വരുന്ന എന്ന് പറഞ്ഞാൽ എളുപ്പത്തിലങ്ങ് പറയാം. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ബാലെ നടൻ സൈക്കിളുക്കിന് വന്നിട്ടുണ്ട്, ഒരു വട്ടിക്കും കാണണ്ട. കേരളത്തിലെ ഏറ്റവും വലിയ കഥാപ്രസംഗ ചക്രവർത്തി സൈക്കിളുക്കിന് വന്നിട്ടുണ്ട്, ഒരുത്തിനും കാണണ്ട. കേരളത്തിലെ ബാലയിലെ ഏറ്റവും വലിയ നടി എണ്ണക്കാടി ശാന്ത അവിടെ സൈക്കിൾ 2ാം കുരിശിന് അവിടെ നിൽപ്പുണ്ട്, ഒരു മനുഷ്യനും കാണണ്ട. അത് പറയാൻ പറ്റത്തില്ല, ചിലപ്പോ ഈ ഒരു പേര് കേട്ട് അവിടെ പോയി ശരിയാ, ആർക്കും. അതേസമയം
ഇന്ന സിനിമയിലെ നായകൻ, മമ്മൂട്ടി മോഹൻലാൽ വേണ്ടത് പിന്നെ ചിന്തിക്കാൻ പറ്റും, ജനക്കൂട്ടമായിരിക്കും. ഇന്ന സിനിമയിലെ നായകൻ അവിടെ ഉദ്ഘാടനത്തിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ജനക്കൂട്ടമാണ്. ഞാൻ അടുത്ത സമയത്ത് സത്യം പറഞ്ഞാല് എനിക്ക് അടുത്ത കാലത്തെ കണ്ട ഒരു പയ്യൻ, എനിക്ക് അവന്റെ പേര് പോലും ഓർക്കുന്നില്ല, അത്ര ശ്രദ്ധേയനായ ആളല്ല, എങ്കിലും അടുത്ത ചെറുപ്പക്കാരുടെ ഇടയിൽ അവൻ ശ്രദ്ധേയനാണ്. ഞാൻ ഈ ജേഴ്സിയിൽ പ്രവർത്തിക്കുന്നതാണ്, ജൂനിയർ ചേംബർ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. അതിന്റെ സോൺ കോൺഫറൻസിന് വലിയ വലിയ ഹൈടെക് പരിപാടികൾ. ഈ പയ്യനെ അവിടെ വിളിച്ചു, താടിക്കാരനൊരു പയ്യൻ, അടുത്ത കാലത്ത് യുവജനങ്ങളിൽ അവൻ ചെറിയ തരംഗമാണ്. അവനെ കൊണ്ട് പാട്ട് പാടാൻ ശ്രമിച്ചു, നടന്നില്ല. 2 വാക്ക് പപ്പ അടിച്ച് 2 മിനിറ്റ് സംസാരിച്ചു. ഒരു ഡാൻസ് കളിക്കാൻ ഒരു മ്യൂസിക് ഇട്ടെടുത്ത്, നടന്നില്ല. പക്ഷേ ഇവൻ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ 100 കണക്കിന് പിള്ളേരായിരുന്നു ഫോട്ടോ എടുക്കാൻ ഇടി. അത് അത്ര തിരക്ക്. അവൻ മേടിച്ച പേയ്മെന്റ് കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു അസൂയ തോന്നി. അവനെല്ലാം കൂടെ വന്ന് അവിടെ ഉപയോഗിച്ചത് മാക്സിമം ഒരു 6 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ്. പാട്ടുപാടിയില്ല, ഡാൻസ് കളിച്ചില്ല, അല്ലെങ്കിൽ പ്രസംഗം പറഞ്ഞ ജനങ്ങളെ ഒന്ന് ആഘോഷം ഒന്നും ചെയ്തില്ല. വന്നു ജസ്റ്റ് ഒരു ചെറിയൊരു ആശം. 1.5 ലക്ഷം രൂപ. സാർ പറഞ്ഞു വരുന്നത് ഈ റെമ്യൂണറേഷന്റെ ഭാഗമായിട്ട് കുറച്ചും കൂടി ഒന്ന് ലൈം ലൈറ്റിൽ നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു കുറച്ചും കൂടി ഒന്ന് പോപ്പുലർ ആവാം. ഇന്നിപ്പോ കൂടി വന്നാൽ, എനിക്ക് അടുത്ത കാലത്ത് കഥാപ്രസംഗം ഡോക്ടറേറ്റ് കിട്ടിയായിരുന്നു. കൂടി വന്നാൽ ഇന്ന് ഇത്ര മണിക്ക് പ്രശസ്ത ഗാദിയും ഡോക്ടർ എന്നാണ് ഞാൻ കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത്. ഇന്ന് നോട്ടീസിൽ വെക്കുന്നതും ആ സ്ഥാനത്ത് പ്രശസ്ത സിനിമാ നടൻ, പ്രശസ്തനാണെങ്കിൽ അല്ലെങ്കിൽ അഭിനയിച്ച പ്രശസ്തനായിട്ട് നമ്മളെ വെക്കുകയാണല്ലോ. പ്രശസ്ത സിനിമാ നടൻ ഡോക്ടർ നീണൻ രാജൻ എന്ന് പറയുമ്പോൾ സ്വഭാവത്തിൽ വ്യത്യാസം. 200 പേര് അല്ലെ 500 പേര് കൊണ്ടിടത്ത് എങ്ങനെ 1000 പേര് വന്നിരിക്കും. നമ്മൾ സിനിമ ഫിലിം സ്റ്റാറാ. അപ്പൊ അത് വേറൊരു തലമാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ അത് വേറൊരു തലമാണ്. സാറിന് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ, അവാർഡുകൾ, ഇതിനെപ്പറ്റി ഒന്ന് പറയാം. ഒത്തിരി അവാർഡ് കിട്ടി. ഒത്തിരി അവാർഡ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അവാർഡായിരുന്നു. 22 മണിക്കൂർ 10 മിനിറ്റ് നോൺ സ്റ്റോപ്പായിട്ട് കഥാപ്രസംഗം പറഞ്ഞ് URF ഏഷ്യൻ റെക്കോർഡ് വേൾഡ് റെക്കോർഡ്. അതൊരു മഹാസംഭവമായിരുന്നു. പിന്നെ ചെന്നൈയിൽ വെച്ച് കൂടിയ വലിയൊരു ഇന്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റി, ചെന്നൈ ഹൈക്കോടതി ജഡ്ജി, ആദ്യം എനിക്ക് സംശയം ഉണ്ടായിരുന്നു, തരികടയാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ചെന്നൈ ഹൈക്കോടതി ജഡ്ജിയാണ് എനിക്ക് ഡോക്ടറേറ്റ് വന്നത്. അത് വലിയ ജീവിതത്തിലെ മറക്കാനാവാം. പിന്നെ സംസ്ഥാന അവാർഡ്, നിരവധി സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവാർഡുകളുടെ വലിയൊരു കൂമ്പാരം എന്ന് തന്നെ പറയാം. ഈ അവാർഡുകളും അംഗീകാരങ്ങളും കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന കലാകാരന്മാരും ഉണ്ട്. അപ്പോ അതില് എനിക്ക് തോന്നുന്നു ഒന്ന് കയ്യിലിരിക്കുമ്പോൾ മനസമാധാനം കിട്ടും. അതൊരു ഒരു സിനിമയിൽ അത് പറയുന്നുണ്ട്, ഒരു ഡയലോഗ്. മറ്റേത് കയ്യിലിരിക്കുമ്പോ ഒരു കിട്ടത്തില്ല. ഈ അടുത്ത സമയത്ത് ഞാൻ എന്റെ സംഘടനയുടെ പേരൊന്നും പറയുന്നില്ല, ഞാൻ ആരെയും പരോക്ഷമായി ആക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞു സാറേ, ഒരു അവാർഡ് തരുന്നു, ഒരു കിടിലം അവാർഡാണ്, അത് ഇന്റർനാഷണൽ അവാർഡാണ്. പിന്നെ ഒരു ചെറിയ വിഷയം, ചെറിയ വിഷയം 30,000 രൂപ. ആരും അറിയണ്ട, നമ്മൾ വില അറിയുന്നു. 30 പേർക്ക് കൂടുതൽ ബിഗ് ബിസിനസ്സാണ്. 30,000 രൂപ കൊടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒത്തിരി ത്യാഗപൂർണമായ ജീവിതത്തോടെ വന്നൊരു കലാകാരൻ. ഒരു വേൾഡ് റെക്കോർഡ് URF പിള്ളേർ കളിയിൽ ഓടി ചെന്നിട്ട് പിണ്ണാക്ക് മേടിക്കുന്ന ലാഭത്തിൽ പൈസ കൊടുത്ത് മേടിച്ച സാധനമല്ല. ഡോക്ടറേറ്റ് കിട്ടിയത് അങ്ങനല്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ അതിനുള്ള സാമ്പത്തികം ഇല്ല. ഇനി സാമ്പത്തികം ഉണ്ടെങ്കിൽ തന്നെ ഒരു അവാർഡ് കിട്ടാൻ വേണ്ടി പൈസ കൊടുത്തിട്ട് എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ വേറെ ഇഷ്ടം പോലെ കലാകാരന്മാരുണ്ട്, വേറെ ആൾക്കാരുണ്ട്, ഇത് പൈസ കൊടുക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോ അങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് പോകാറുണ്ട്. ഈശ്വരൻ സഹായിച്ച് ധാരാളം അവാർഡുകളൊക്കെ എന്നെ തേടിയെത്തിയ അവാർഡുകളാണ്. 99%. അങ്ങ് ഒരു കാതികൻ എന്ന നിലയിൽ അറിയപ്പെടാനാണോ, അല്ലെങ്കിൽ ഒരു സിനിമാക്കാരൻ എന്നുള്ള നിലയിൽ അറിയപ്പെടാനാണോ ആഗ്രഹിക്കുന്നത്? എന്റെ ചോദ്യം കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇത് ചോദിക്കാൻ കാരണം, ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ ജനസേവനമാണ്. അപ്പം ഇതില് അങ്ങക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ മാനസികമായിട്ട് ജനസേവനം എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പൊ കലയും ഇതും എങ്ങനെയാണ് അങ്ങയുടെ ഒരു കാഴ്ചപ്പാട്? ഇപ്പോ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാല്, കലാകാരൻ എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്ന ഈ വേദിയില് കേരളത്തിലെ മുഖ്യമന്ത്രി സഖാ പിണറായി വിജയൻ ഇവിടെ വരുന്നു 4 മണിക്ക്. 4 മണിക്ക് അദ്ദേഹത്തിന് സമയം 4:45 ഭരത് മമ്മൂട്ടി തൊട്ടപ്പുറത്ത് വരുന്നുണ്ട്. ആൾക്കൂട്ടം ഇവിടെ ആയിരിക്കും. 100% മമ്മൂട്ടി വരുന്നതിന്റെ 10 ഇവിടെ കിട്ടത്തില്ല. മത്സരത്തിനായിട്ട് പറഞ്ഞല്ല, ഒരു കലാകാരന് കിട്ടുന്ന അംഗീകാരം ലോകത്ത് ഒരു രാഷ്ട്രീയക്കാരനും കിട്ടത്തില്ല. ഇത് വലിയൊരു പവർഫുൾ സംഭവമാണ്. ഇപ്പൊ പിന്നെ എനിക്കൊന്ന് ഫുട്ബോൾ താരങ്ങളുടെ ഇടയിൽ അത് വലിയ ഒരു കലാകാരനേക്കാൾ വലിയൊരു മാറ്റം ഉണ്ടോ, മെസ്സി എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ മരിക്കുന്ന ഒരു വിഷയം വരുന്നു. എങ്കിൽ പോലും ഞാൻ പറഞ്ഞത്, കലാകാരൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾക്ക് പ്രിയമുള്ള കലാകാരനാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന മാനസിക സന്തോഷം നമുക്ക് പറയാൻ പറ്റില്ല.
കുറച്ചാണ് മുമ്പ് തന്നെ MG സോമന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഭരത് മോഹൻലാൽ എത്തി. എന്തോ ജനാവലിയ അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി, ഒന്ന് ടച്ച് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഒരു അംഗീകാരം, സിനിമയിൽ നിന്ന് കിട്ടുന്ന അംഗീകാരം ഏറ്റവും ഭയങ്കര തന്നെ. തീർച്ചയായിട്ടും ഈ വിഷയത്തിനിടയ്ക്ക് ഒരു കലാകാരന് അവന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പിന്തുണ, സപ്പോർട്ട് അതുണ്ടെങ്കിൽ ഏറ്റവും വലിയ ബലമാണ്. അങ്ങയുടെ കുടുംബത്തെ പറ്റി ഒന്ന് പറയാം. ഭാര്യ സിസിലി, 2 മക്കൾ, അരുൺ രാജ് കുവൈറ്റ് ജോലി ചെയ്യുന്നു, മകൾ അനുരാജ് മാരേജ് കഴിഞ്ഞു, ഇപ്പൊ പുതുപ്പള്ളിയിൽ താമസിക്കാതെ അയർലൻഡിലേക്ക് പോകാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു വലിയൊരു യാഥാർത്ഥ്യം, എന്റെ ഭാര്യ ഇതിന് ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷെ എന്നെ പഠിച്ചു വരാൻ കുറച്ച് സമയം എടുത്തു മാത്രമേ. കാരണം കലാകാരൻ എന്ന് പറയുമ്പോൾ എല്ലാം വ്യത്യസ്തനായ ഒരാളാണ്. നമുക്ക് ചിലപ്പോൾ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ കാര്യമാകത്തില്ല, എന്നാൽ ചെറിയ ദുഃഖങ്ങൾ നമുക്ക് ഒത്തിരി ആഘാതം ഉണ്ടാകും. ഇപ്പൊ ഒരു 10 ലക്ഷം കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അതിൽ ശ്രദ്ധേയനാകുന്ന ഒരു കലാകാരൻ 1-2 പേരെ കാണത്തുള്ളൂ. അപ്പോൾ കലാകാരൻ എന്ന കാറ്റഗറി വരണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് വ്യത്യസ്തമായിരിക്കും. അവർക്ക് ചെറിയ വിഷയങ്ങൾ ഒത്തിരി ദുഃഖം ഉണ്ടാകും, ചില വലിയ പ്രശ്നങ്ങൾ ഒരു കാര്യമില്ലാതെ പോവുകയും ചെയ്യും. പൊതുവെ അവരുടെ മനസ്സ് വളരെ നിഷ്കളങ്കമായിരിക്കും. അങ്ങനെ നിഷ്കളങ്കമായ ഒരു മനസ്സുള്ളവർക്ക് മാത്രമേ ഒരു കാതികന്റെ ലെവലിൽ, കാതികൻ കലാകാരന്റെ ലെവലിൽ പോകാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു സിനിമയിൽ നായകനായിട്ട്, അത് സാധിച്ച വലിയ താമസം ഇല്ലാതെ അത് നടക്കാനുള്ള സാധ്യത ഉണ്ടാകും എന്നാണ് എന്റെ ഒരു ഏകദേശ വിശ്വാസം. അപ്പൊ നിലവിലുള്ള ഈ കഥാപ്രസംഗ ജീവിതവും കഥാപ്രസംഗ അങ്ങേതായിട്ടുള്ള ശൈലി ഇതൊക്കെ ഒരിക്കലും ഇല്ല. കഥാപ്രസംഗം നിലനിർത്തിക്കൊണ്ട് തന്നെ, കാരണം എന്നെ ആക്കി ഇതുവരെ മാറ്റിയത് കഥാപ്രസംഗമാണ്. ലോകരാജ്യങ്ങൾ മുഴുവൻ, ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ പോകാൻ ഇടയായത് കഥാപ്രസംഗമാണ്. അപ്പൊ നിലനിൽക്കാൻ ലേബർ വന്നത് കഥാപ്രസംഗമാണ്. അപ്പൊ അത് ഏത് സിനിമ നടൻ നാളെ ആയാലും ആയില്ലെങ്കിലും കഥാപ്രസംഗം ആണ് ഫസ്റ്റ് പ്രിഫറൻസ്. എന്നാൽ അതോടൊപ്പം തന്നെ സിനിമയിലൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരെയും പോലെ എനിക്കും ഒരാഗ്രഹം. അല്ല, ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ഇടയിൽ ഒരു ചോദ്യം വരും, എന്റെ ഉള്ളിലും അതുണ്ട്. ഒരു നേരത്തെ അങ്ങ് പറഞ്ഞു, സിനിമാക്കാരൻ വരുന്നതും രാഷ്ട്രീയക്കാരൻ വരുന്നതും അല്ലെങ്കിൽ ഒരു കാതികൻ വരുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ സിനിമയിൽ അഭിനയിച്ചിട്ട് ഒരു സിനിമാ നടൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ നടൻ വന്ന വേദിയിൽ നിന്നൊരു കഥ പറയുമ്പോൾ നിലവിലുള്ള റെമ്യൂണറേഷൻ ഈ സിനിമാ നടന് കൊടുക്കാൻ പറ്റില്ല. നടന്റേതായിട്ടുള്ള റെമ്യൂണറേഷൻ. അതെ, തീർച്ചയായിട്ടും വ്യത്യാസമുണ്ടോ? ഇപ്പൊ ഞാനിപ്പോ സൗണ്ട് സിസ്റ്റം, ലൈറ്റ്, 10,000 വാട്ട് സൗണ്ട്, 16 വാട്ട് ലൈറ്റ്, 10 പേര്, വിഷ്വല്, പ്രൊജക്ടർ, ഇതെല്ലാം കൂടെ കൊണ്ടുപോയാൽ മാക്സിമം എനിക്ക് കിട്ടുന്നത് 45, 50, 40 മാക്സിമം നിർത്താൻ നോക്കും. ഇതൊന്നുമില്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു തലത്തിൽ, ഒരു സിനിമയുടെ തലത്തിൽ, ഞാൻ കുറച്ചുകൂടി തെളിഞ്ഞ് പറഞ്ഞാൽ അതിവിദൂരമല്ലാത്ത ഭാവി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ മറ്റൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ, ഞാൻ 2 സിനിമയിൽ അഭിനയിച്ച ഒരാളാണ്, നമുക്കൊരു പരിധി കവിഞ്ഞ് നമുക്ക് ഉയരാൻ നമുക്ക് പറ്റില്ല. അവരെയും കുറ്റമല്ല, അവരെ വല്ലവരും പൈസ മുടക്കി വേറൊരാൾ സംവിധാനം ചെയ്ത് 100 കണക്കിന് ആൾക്കാരെയും വെച്ച് ഒരാൾ സിനിമ ഇറക്കുന്ന ഇട നിങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി. അവിടെ നെണ്ണൻ ഒരു റോൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ നെണ്ണൻ റോൾ കൊടുത്ത് പരിധിയുണ്ട്. അതേസമയം ഞാൻ സിനിമയുടെ കാശിറക്കുന്നു, സംവിധാനം ഞാൻ ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ അതിൻ്റെ നായകനാകുന്നു പറയുമ്പോൾ നമ്മൾ വേറൊരു തലത്തിലേക്ക്, കാരണം മുഴുവൻ ഫോക്കസും ഈ നെണ്ണൻ എന്ന കലാകാരനിലേക്കാണ്. അതുകൊണ്ട് അധികം വിദൂരമല്ല. എന്തിനു പറയുന്നു, മോഹൻലാൽ പോലും അഭിനയിക്കുന്ന സിനിമകളിൽ ഭൂരിപക്ഷം അദ്ദേഹമല്ലേ അതിൻ്റെ പ്രൊഡ്യൂസർ. അതിൻ്റെ പിരിയുമ്പോൾ പേര് വെക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ദിലീപ് ആണെങ്കിൽ തന്നെ, ദിലീപൊക്കെ ഇത്രയും ശ്രദ്ധേയനായത് അദ്ദേഹം തന്നെ സിനിമ അദ്ദേഹത്തെ മാർക്കറ്റ് ചെയ്യുന്നു, അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഒരു സിനിമയിലെ നായകനായിട്ട് അഭിനയിച്ച് അത് വലിയൊരു മാറ്റമായിരിക്കും. ഞാനതിന് പേര് വിട്ടു കഴിഞ്ഞു, ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത്. ഇതാണ് സിനിമയുടെ ടൈറ്റിൽ. അതെല്ലാം ടൈറ്റിൽ കേൾക്കുമ്പോൾ വി.ഡി. രാജപ്പൻ സാറിന്റെ ഒരു കഥാപ്രസംഗത്തിന്റെ ടൈറ്റിൽ കേൾക്കുന്ന പോലെ ഉപദ്രവിച്ചില്ലെങ്കിലും ഉപകാരം ചെയ്തില്ലെങ്കിലും തീർച്ചയായിട്ടും സാറേ ജസ്റ്റ് ഔട്ട്ലൈൻ പറഞ്ഞത് മാത്രം. നിർണം രാജൻ എന്ന വ്യക്തിയുടെ കഥാപ്രസംഗ ജീവിതത്തിലുണ്ടായിട്ടുള്ള രസകരങ്ങളായിട്ടുള്ള മുഹൂർത്തങ്ങളും അങ്ങേക്ക് ലഭിച്ച അംഗീകാരങ്ങളും വിശേഷങ്ങളും ഒക്കെ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചു. ഇനി ഞാൻ ചോദിക്കുന്നത്, അങ്ങേക്ക് ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങൾ ഏറ്റവും അങ്ങേക്ക് ഒരു ടച്ചിങ് ആയിട്ട് തോന്നിയത് എന്താണ്? അംഗീകാരങ്ങളിൽ ഏതാണ്? വളരെ ഹൃദയസ്പർശിയായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം 1970 മുതൽ 2022 വരെയും അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിലേറ്റവും ഹൃദയസ്പർശിയായ ഒരു അവാർഡ് എന്ന് പറയുന്നത് 22 മണിക്കൂർ 10 മിനിറ്റ് നോൺ സ്റ്റോപ്പായ കഥാപ്രസംഗം അവതരിപ്പിച്ച് URF ഏഷ്യൻ റെക്കോർഡും വേൾഡ് റെക്കോർഡും കിട്ടിയതാണ് ഏറ്റവും ഒന്ന്. രണ്ടാമതായിട്ട് കഥാപ്രസംഗത്തിന് കാലഘട്ടത്തിന്റെ മാറ്റമനുസരിച്ച് കഥാപ്രസംഗത്തെ ഹൈടെക് ആക്കി മാറ്റിയതിനാലും ഈ കഥാപ്രസംഗ കലയെ
ഒരു അനൗപചാരിക വിദ്യാഭ്യാസമാക്കി മാറ്റിയതിനാലും ഇന്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റി എനിക്ക് ഡോക്ടറേറ്റ് നൽകി. ഇത് രണ്ടും ഏറ്റവും വലിയ അംഗീകാരമാണ്. എന്നാൽ ഒരു കലാകാരൻ എന്ന നിലയിൽ, കാരണം ഞാൻ ജീവിതത്തിൽ എരിയാണി വെയിലത്തും ഇടിവെട്ടിപ്പെയ്യുന്ന മഴയത്തും സൈക്കിളിൽ ചവിട്ടി 6 സ്ഥാപനങ്ങളിൽ 21 വർഷക്കാലം അധ്യാപക ജോലി ചെയ്ത ഒരു കലാകാരനുണ്ട് ഞാൻ. അതേ നാവുകൊണ്ട് തന്നെ പറയട്ടെ, ഇമ്പ പറഞ്ഞ യൂറോപ്യൻ റെക്കോർഡും വേൾഡ് റെക്കോർഡും ഡോക്ടറേറ്റ് എല്ലാം അവിടെ നിൽക്കട്ടെ, എന്റെ സ്വന്തം നാട്ടിൽ, എന്റെ സ്വന്തം ഗ്രാമത്തിൽ, എന്റെ അയൽവക്കക്കാരൻ പ്രഭു ഈ ഒരു ഇന്റർവ്യൂ നടത്തുവാനുള്ള മനസ്സിനോട് കാണിക്കുന്നു. അദ്ദേഹത്തിന്റെ ബിഗ് സല്യൂട്ട്. സ്വന്തം നാട്ടിൽ കിട്ടുന്ന അംഗീകാരമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അംഗീകാരം. സ്വന്തം ഭവനത്തിൽ ഭാര്യയിൽ നിന്ന് കിട്ടുന്ന അംഗീകാരമാണ് ലോകത്തെ ഏറ്റവും വലിയ അംഗീകാരം. സ്വന്തം ഗ്രാമത്തിൽ നിന്ന് കിട്ടുന്ന അംഗീകാരമാണ് ലോകത്തെ ഏറ്റവും വലിയ അംഗീകാരം. അപ്പൊ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിനെ എന്നെ ഇടവരുത്തുവാൻ എന്നെ വിളിച്ചതിൽ ജഗദീശനോട് നന്ദി, പ്രഭുവിനോട് അതിലേറെ നന്ദി. ഇന്റർവ്യൂ ചെയ്യാൻ വന്ന എന്റെ നാട്ടുകാരനായ ബിബിനോട് അതിലേറെ നന്ദി. സാർ, ഇതിപ്പം നാട്ടുകാരെ പറ്റി പറഞ്ഞു. നിരണം എന്ന് പറയുന്ന നമ്മുടെ നാടിന് ഇന്ത്യക്ക് വെളിയിലേക്കും കേരളത്തിന് വെളിയിലേക്കും എത്തിച്ച് ആ പേരെത്തിച്ചത് രാൻ സാറാണ്. നിരണം രാജൻ എന്ന ആ ടൈറ്റിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടുകാരുടെ ഒരു സ്നേഹം എങ്ങനെയാണ്? സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തമായിട്ട് വിലയിരുത്തുമ്പോൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും എനിക്ക് നല്ല അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ജാടയോ അല്ല, നമ്മൾ എന്തുകൊണ്ട് ജാട കാണിക്കാൻ? ഒരു പനി അടിച്ച ഇപ്പൊ തന്നെ ഞാൻ 4 പ്രാവശ്യം ഒരു ചെറിയ പനിയുടെ മൈലൂട്ട് പനി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ശക്തിയോ പ്രതാപമോ നമ്മുടെ പേരോ പ്രശസ്തിയോ ഒന്നും ഇല്ല എന്നുള്ള തിരിച്ചറിവ് ഒരു കലാകാരൻ ഉണ്ടാകുന്നുവെങ്കിൽ, അത് രാഷ്ട്രീയക്കാരൻ ആരാണെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ അവന് അഹന്ത ഉണ്ടാകത്തില്ല. ഞാനെന്ന ഭാവം കൂടുമ്പോഴാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നാട്ടുകാരിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞാൽ എല്ലാ വിഭാഗം രാഷ്ട്രീയക്കാരും, BJP ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, UDF, എല്ലാവരും എല്ലാം രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും പൊതുവെ എന്നോട് സ്നേഹമായിട്ട് സംസാരിക്കുന്ന ഇടപെടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല സഹകരണമായിട്ടാണ്. തീർച്ചയായിട്ടും അങ്ങയുടെ ഈ കലാജീവിതത്തിൽ അങ്ങക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ മാനസികമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള അത്തരത്തിലുള്ള എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിക്കും? പല അനുഭവം ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ 10-30 വർഷം കൂടെ നിന്ന് അവനാക്കി മാറ്റി ദോഹയിലും മസ്കറ്റിലും കുവൈറ്റിലും ബഹറിലും ഒക്കെ കൊണ്ടുപോയി അല്പം ഒരു പേരും പ്രശസ്തിയൊക്കെ ആയി വന്നു കഴിഞ്ഞ് അഹങ്കാരത്തിൽ സംസാരിക്കേണ്ട സന്ദർഭങ്ങൾ എല്ലാവരും ഇല്ല. ഞാൻ ചോദിച്ചത് സാറേ, നമ്മള് കഥാപ്രസംഗ കലയുമായിട്ട് മുമ്പോട്ട് പോകും. അപ്പോൾ നമ്മുടെ ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ നമുക്കൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും മോശമായിട്ട് അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ കലാരൂപത്തിൽ നിന്ന് മാറുകയാണ്, അല്ലെങ്കിൽ ഇത് എനിക്ക് ശരിയാവില്ല. ഒരുപാട് കലാകാരന്മാരെ എനിക്കറിയാം അത്തരത്തിൽ വേണ്ട, അയ്യോ വയ്യ എന്ന് പറയുന്ന അത്തരത്തിലുള്ള അനുഭവങ്ങൾ സാറിന്റെ? ഇല്ല അങ്ങനെ അനുഭവം ഉണ്ടായിട്ട് ഇന്നും ഈ രംഗത്ത് സജീവമായി നിൽക്കുവാൻ എനിക്ക് ഇടയാകും. കാരണം അതിന്റെ കാര്യം കാലഘട്ടത്തിന് മാറ്റം അനുസരിച്ച് മാറുക. കാരണം നമ്മൾ ആദ്യ കാലഘട്ടത്തിലെ സാമ്പത് സാറിന്റെ മുൻപ് കാതാവ് ചപ്പളാങ്കട്ടയായിരുന്നു. ചപ്പളാങ്കട്ട മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ അത് മാറി, ചപ്പളാങ്കട്ട മാറി, പിന്നെ ഡോലി വന്നു, അത് മാറി, തബല വന്നു, ഹാർമോണിയം തബല ഇപ്പൊ അപ്രത്യക്ഷമായി, അടുത്ത ഇൻസ്ട്രുമെന്റ് വന്നു. അപ്പം കാലം മാറുന്നതനുസരിച്ച് ഞാൻ വിധേയമാക്കിയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സജീവമായി നിൽക്കാൻ കാര്യം. അങ്ങ് നാടൻ പാട്ടുകളിലേക്ക് ഒരുപാട് സ്റ്റേജുകളിൽ അവതരിപ്പിക്കുന്നു. എന്താണ് നാടൻ പാട്ടുകളിലേക്ക് നമ്മള് താളാത്മകമായി നാടൻ പാട്ട് പോലെ ലോകത്തൊരു പാട്ടില്ല. അപ്പൊ നമ്മള് ഇപ്പൊ കഥാപ്രസംഗം, ഇപ്പൊ നിരണന്റെ കഥാപ്രസംഗം നിരണത്തിന്റെ സ്ഥാനത്ത് നടത്തുന്നു പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ദിവസം ചെറിയൊരു പരസ്യം കൊടുക്കുക, 500 പേര് വരും. ആ സ്ഥാനത്ത് നാടൻ പാട്ടെന്ന് പറയുമ്പോൾ അതിന്റെ താളവും അത് കേൾക്കാൻ ഇമ്പമാണ്. അപ്പോ ചില ക്ഷേത്രങ്ങളിൽ നാടൻ പാട്ട് കഥാപ്രസംഗങ്ങളുടെ താല്പര്യം, യുവജനങ്ങളാണ് അവിടുത്തെ സംഘാടകരെങ്കിൽ അവർ നാടൻ പാട്ടുണ്ടെങ്കിൽ നാടൻ പാട്ട് വരുമ്പോൾ നല്ല രീതിയിൽ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ അത് യുവജനങ്ങൾക്ക് കഥാപ്രസംഗത്തെക്കാൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇഷ്ടപ്പെടുന്നത് നാടൻ പാട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ നാടൻ പാട്ട് ശങ്കുലി എന്നാണ് അതിന്റെ പേര്. അത് തരക്കേടില്ലാത്ത ബുക്കിങ്ങിൽ അത് വിഷ്വലാണ്. ഇപ്പൊ കലാഭവൻ മണിയുടെ പാട്ട് പാടുമ്പോൾ കലാഭവൻ മണിയെ സ്റ്റേജിന്റെ ബാക്കിൽ കണ്ടോണ്ടിരിക്കുക. അപ്പൊ കലാഭവൻ എന്ത് പറയും, കലാഭവൻ മണിയെ കാണുമ്പോൾ യുവജനങ്ങൾക്ക് ഉണ്ടാകുന്ന ആവേശം വലിയൊരു ആവേശമാണ്. അപ്പൊ നാടൻ പാട്ട് അത് നല്ലൊരു രീതിയിലേക്ക് മാറുവാൻ സാധ്യതയുണ്ടെന്നാണ് എന്റെ വിശ്വാസം. തീർച്ചയായിട്ടും ഇനി വളർന്നു വരുന്ന കലാകാരന്മാരോട്, അങ്ങയുടെ പാത പിന്തുടരുന്ന കലാകാരന്മാരോട് എന്ത് ഉപദേശമാണ് അല്ലെങ്കിൽ എന്തൊരു സന്ദേശമാണ് നിങ്ങൾക്ക് കൊടുക്കാൻ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ തത്വം, നമ്മളൊക്കെ മനുഷ്യരാ, മനനം ചെയ്യുന്നവനാണല്ലോ മനുഷ്യൻ. നമ്മളിലെ അഹങ്കാരവും ഞാൻ എന്ന ഭാവവും ഞാനാണ് ഇവിടുത്തെ സംതിങ് എന്ന് ചിന്തിക്കുന്ന ആ ചിന്തയൊക്കെ മാറി
നമ്മളിലെ സ്നേഹവും വിനയവും എളിമയുമാണ് നമ്മൾ അത് യാതൊരു സംശയം. ഇപ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ മഹാനടൻ, മമ്മൂട്ടിയും അതിനേക്കാൾ മഹാനടൻ. എനിക്ക് പോലും മോഹൻലാലിനെ എനിക്ക് അദ്ദേഹത്തെ കുറച്ചുകൂടി ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാക്കി മാറ്റി. ഇനി ആയിരിക്കും മമ്മൂട്ടി ഇഷ്ടപ്പെടുന്ന കഥാപാത്രം അല്ല അല്ല എൻ്റെ അർത്ഥം. അപ്പം നമ്മളിൽ ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് വിനയമില്ല, എളിമയില്ല, ക്ഷമയില്ല. പക്ഷേ കുറെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് അടിയാ തുടങ്ങും. അപ്പം അതൊക്കെ മാറി. പിന്നെ ദൈവിക ചിന്ത ഇപ്പോൾ ഒത്തിരി ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ നാമജപങ്ങളും കൺവെൻഷനൊക്കെ നടക്കുന്നെങ്കിൽ ദൈവിക സ്പർശനമില്ല. വന്ന പാതകൾ മറിയാൻ മുമ്പേ പറഞ്ഞില്ല, 21 വർഷക്കാലം എരിയാണി വെയിലത്തും ഇടിവെട്ടിപ്പെയ്യുന്ന മഴയത്തും സൈക്കിൾ എവിടെയാണ് ഞാൻ. അത് ഞാൻ മറന്നില്ല, മറക്കാൻ പാടില്ല. നീ വന്ന പാത മറക്കാൻ പാടില്ല. നമ്മളൊക്കെ അന്ന് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ജീവിക്കണം, ഉയരണം, വളരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് താല്പര്യമില്ല. ഏത് സമയത്ത് നോക്കിയാൽ ഇതല്ല പരിപാടി. അപ്പനെ നോക്കാൻ പോലും ഒരു സമയമില്ല, അപ്പനെ എങ്ങോട്ടാ പോകുന്ന ഒരു സമയമില്ല. പണ്ട് അടുത്ത കാലത്ത് ആരാണ്ട് ഒരാൾ പറഞ്ഞു, ചൈനയുടെ പ്രസിഡന്റ് ആരാ? ഞാൻ ഗൂഗിൾ നോക്കി, ജപ്പാൻ പ്രസിഡന്റ് ആരാ? ഉഗാണ്ടയുടെ പ്രസിഡന്റ് ആരാ? ഇന്നാളോ. അടുത്ത ക്വസ്റ്റ്യൻ, എടാ നിന്റെ അപ്പന്റെ പേരെന്തോ? ഇപ്പൊ നോക്കിട്ട് പറയാം. ആ ലെവലിലേക്ക് നമ്മൾ പാടും. അപ്പൊ നമ്മളിലെ പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളിൽ ദൈവിക വിശ്വാസം ഉണ്ടാവണം. മറ്റുള്ളവരുടെ ഹൃദയത്തെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ നോക്കിക്കരുത്. നമ്മുടെ വിനയവും നമ്മുടെ സ്നേഹവുമാണ്. സർ, നിലവിൽ സാറിന്റെ ഏതെല്ലാം കഥകളാണ് ഇനി സ്റ്റേജിലേക്ക് വരാനുള്ളത്? അല്ല, ഇപ്പോൾ പ്രധാനമായും അവതരിപ്പിക്കുന്ന 3-4 കഥകളുണ്ട്. നമ്പർ 1 ബൈബിൾ കഥ, കുരിശിന്റെ സന്ദേശം. വളരെ ഹൃദയസ്പർശിയായ അതിന്റെ വിഷ്വൽ എന്ന് പറഞ്ഞാൽ അസാധ്യ വിഷ്വലാണ്. വളരെ മനോഹരമായ ഒരു മൈന്യൂട്ട് നെഗറ്റീവ് പറയാൻ പറ്റാത്ത പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കഥയാണെന്ന് എന്റെ വിശ്വാസം. 2 SNDPയുടെ ഒരു കഥ എടുത്തിട്ടുണ്ട്. SNDP ക്ഷേത്രത്തിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ. ഇന്നേ വരെ സിനിമാക്കാരും സീരിയലുകാരും നാടകക്കാരും ബാലയക്കാരും ഗാന്ധിയന്മാരും ഒക്കെ ഗുരുദേവന്റെ കഥ എടുത്തിട്ടുണ്ടെങ്കിലും ഇവരാരും തന്നെ ഗുരുദേവനെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഈ സംഭവം കേട്ടില്ല. അതിന് നമ്മൾ കാരണസഹിതം എന്ന് പറയുന്നു. 3-ാമതായി സാധാരണ കോമൺ ക്ഷേത്രങ്ങളിലെ ഭീഷ്മർ, കർണൻ, ഈ 2 കഥ പറയുന്നു. പിന്നെ പൊതുവേദികളിൽ പറയുന്നത് സമയം വൈകിപ്പോയി, ഇറ്റ് ഈസ് ടു ലേറ്റ്, ഒരു മധ്യവർദ്ധനത്തിന്റെ കഥയാണ്. അങ്ങനെ പ്രധാനമായിട്ട് 5 മേഖലയിൽ കഥ അവതരിപ്പിക്കുന്നുണ്ട്. 5ഉം സജീവം. ഇപ്പൊ പൊതുവേദികളിൽ കഥാംശം കുറവാണ്, കൂടുതലും ക്ഷേത്രങ്ങളാണ് കലാകാരന്മാരെ എന്നെയൊക്കെ പിടിച്ചു നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത്. ഇത്തരം കഥകൾ പറയുന്ന സമയത്ത് നമ്മൾ ഈ അതിനൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയാണെന്ന്? സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാഡ് അല്ലെങ്കിൽ കമ്പോസർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നല്ല പഞ്ചിങ് ആയിരിക്കും, പാട്ടിന് നല്ല പഞ്ചിങ് ആയിരിക്കും. കീബോർഡ് തന്നെ ഏറ്റവും കൂടിയ ടൈപ്പ് കീബോർഡ്. ഇപ്പോൾ പ്രഭാത് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ബട്ടൺ അമർത്തിയാൽ പ്രഭാതത്തിന്റെ ഫീലിംഗ് നമുക്ക് കിട്ടും. ഞാൻ ചോദിക്കുന്നത് ഈ കർണൻ അല്ലെങ്കിൽ അത്തരം പുരാണ കഥകൾ നമ്മൾ പറയുമ്പോൾ അതിന്റെ ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് അത്തരം സാങ്കേതിക വിദ്യകൾ, ഇപ്പം ബിഗ് സ്ക്രീനിൽ അതിന്റെ വിഷ്വൽസ് കാണിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മള് ഇപ്പൊ ഭീഷ്മരുടെ കഥ അങ്ങോട്ട് തുടങ്ങുന്ന കുരുക്ഷേത്ര യുദ്ധം തൊട്ടവിടെ പാണ്ഡവ ഗൗരവ യുദ്ധം രക്തക്കളമാകുന്ന കുരുക്ഷേത്രം. വീരന്മാരുടെ തലയെരിയുന്നു, ചോരപ്പുഴ എവിടെ ഒഴുകുന്നു. വീരന്മാരുടെ തലയെരിയുന്നു, ചോരപ്പുഴ എവിടെ ഒഴുകുന്നു. ഇത് പറയുമ്പോൾ വീരന്മാരുടെ തലയെരിയുന്നു, ചോരപ്പുഴ എവിടെ ഒഴുകുന്നു പറയും. ആ രംഗം സ്ക്രീനിൽ കാണുക. അപ്പൊ അതിന് എത്ര മനോഹരമായി പറഞ്ഞാലും ഒരു സിനിമ കാണുന്ന പോലെ നമുക്ക് പറയാൻ പറ്റത്തില്ല. എത്ര പറഞ്ഞാലും വിഷ്വലിന് പരിമിതി ഉണ്ടല്ലോ. അപ്പൊ ആനകൾ, കുതിരകൾ, തേരുകൾ, കാലാൽ പടയും വെടിയും പടകവുമായി പേരി പരമ്പര നാദമുയർന്നൊരു കടലായി മാറി കുരുക്ഷേത്രം. ആനകൾ, കുതിരകൾ, തേരുകൾ, പടയും വെടിയും പടകവുമായി പേരി പരമ്പര നാദമുയർന്ന ഒരു കടലായി. ഇത് പറയുമ്പോൾ പേരി പരമ്പര നാദമുയർന്നൊരു കടലായി മാറി കുരുക്ഷേത്രം പറയുമ്പോൾ വലിയ സ്ക്രീനിൽ കുരുക്ഷേത്രം ആനകളുമായി യുദ്ധം ചെയ്യുന്നു, കുതിരകളുമായി ഇരങ്ങൾ ഒരു സിനിമയിൽ പോലെ കാണുക. ജനങ്ങൾ വേരുണ്ട് പഞ്ചമിച്ചുടക്കി നിൽക്കും. ഭയങ്കര എഫക്റ്റാണ്. വളരെ രസകരമായിട്ട് തന്നെ ഈ ഒരു സംസാരം, ഈ ഒരു ടോക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് രസകരങ്ങളായിട്ടുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കുക. തീർച്ചയായിട്ടും അങ്ങ് നമുക്ക് ഈ പ്രോഗ്രാം വൈൻഡ് ചെയ്യാനുള്ള സമയമായി വരുന്നു. നല്ല ഒരു നാടൻ പാട്ടോടുകൂടി വിപിനോട് ചോദിച്ചതുകൊണ്ട് മാത്രം ഒരു 2 വരി ഒരു സാമ്പിൾ പഠിക്കട്ടെ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിനെ കള്ളും കുട്ടിച്ച് എന്റെ മോളെ കട്ടത്തിലാക്കിലെ വേലായുധ, എന്റെ മോളെ കട്ടത്തിലാക്കിലെ വേലായുധ. ആ കിട്ടണ കാശിനെ കള്ളും കുട്ടിച്ച് ദണ്ടക്കാം കിട്ടണ കാശിനെ കള്ളും കുട്ടിച്ച് എന്റെ മോളെ കട്ടത്തിലാക്കിലെ വേലായുധ, എന്റെ മോളെ കട്ടത്തിലാക്കിലെ വേലായുധ. അങ്ങനെ ഈ കഥ തുടരുകയാണ്. കിട്ടണ കാശിനെ കള്ളും കുട്ടിച്ച് എന്റെ മോളെ കണ്ടത്തിലാക്കല് വേലായുധ, എന്റെ മോളെ കണ്ടത്തിലാക്കല് വേലായുധ. തീർച്ചയായിട്ടും ഒരുപാട് തിരക്ക് പിടിച്ച ഈ സമയത്ത് അങ്ങ് ഒരല്പസമയം ഈ ചാനലിൽ വന്നിരുന്ന് സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും ഒക്കെ കാണിച്ച വലിയ മനസ്സിന് നന്ദി. തീർച്ചയായിട്ടും. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോകത്ത് എവിടെ പോയി ആര് ഏതൊക്കെ അവാർഡ് മേടിച്ചാൽ ഞാനെന്നല്ല എക്സോർവേ ആരാണെങ്കിലും
എൻ്റെ സ്വന്തം നാട്ടിൽ മാർക്ക് എക്സ് മീഡിയ എന്ന് പറയുന്ന എൻ്റെ നാട്ടിലെ എൻ്റെ സഹോദരൻ പ്രഭു നടത്തുന്ന കോർഡിനേറ്റ് ചെയ്യുന്ന ഈ ചാനൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം. പ്രത്യേകിച്ചും വർഷങ്ങളായി പരിചയമുള്ള ബിവിൻ ഇന്റർവ്യൂ എന്നതിൽ അതിലേറെ സന്തോഷം. വളരെ സന്തോഷത്തോടെ ഞാനിതിൽ പങ്കെടുക്കുവാൻ എന്നെ ഈശ്വരൻ ഇടയാക്കുന്നു. താങ്ക് യു വെരി മച്ച്. ധരണം രാജൻ എന്ന കാതികന്റെ നിരവധി ജീവിത മുഹൂർത്തങ്ങളിലൂടെ കഥാപ്രസംഗ ജീവിതത്തിലുണ്ടായിട്ടുള്ള രസകരങ്ങളായിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെ നമ്മളിപ്പോൾ കടന്നുപോയി. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് നമസ്കാരം.